संविधान को समझने वाले लोगों से आग्रह करता हूं कि भारत की प्रगति के लिए, भारत के संसाधनों का सर्वाधिक उपयोग जन सामान्य के लिए हो, उसके लिए वन नेशन वन इलेक्शन के सपने को साकार करने के लिए हमें आगे आना चाहिए. രാജ്യത്ത് ലോക്സഭ, നിയമസഭ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പുമായി കേന്ദ്ര സർക്കാർ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. രാജ്യത്താകമാനം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തിന്മേൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സമവായം രൂപപ്പെടുത്തുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ച വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. This is a topic which really will strengthen our democracy, will strengthen the center-state relations, will make sure that our country grows at a much faster pace, will remove so many impediments which come in the growth of our country. രണ്ട് ഘട്ടങ്ങളിലായി നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തും. രണ്ടാം ഘട്ടത്തിൽ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തും. സംസ്ഥാന സർക്കാരുകളുമായും ചർച്ച നടത്തും. സമവായം ഉണ്ടാകുന്ന മുറയ്ക്ക് പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് ഒറ്റ തെരഞ്ഞെടുപ്പ് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പ്രതികരിച്ചു. രാജ്യം നേരിടുന്ന മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. ये प्रैक्टिकल नहीं है और ये चलने वाला नहीं है. ये सिर्फ चुनाव जब बात है, कोई ना कोई कुछ मुद्दा नहीं मिल रहा उनको, इश्यू को डाइवर्ट करने के लिए वो बात करते हैं और पूरे देश के लोग कोई मानने वाले भी नहीं है. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം ആവർത്തിച്ചിരുന്നു. രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ 80% പേരും ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.